ഹലോ. അതെ, എല്ലാ വർഷവും നമ്മുടെ വീടുകളിൽ പെരുന്നാളിന് നമ്മൾ ബിരിയാണിയല്ലേ വെക്കാറ്. അപ്പോൾ ഈ വർഷം നമുക്ക് ചേഞ്ചിന് മന്തി ഉണ്ടാക്കിയാലോ? അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ സിമ്പിളായിട്ട് നമുക്ക് മന്തി വീട്ടിലുണ്ടാക്കാവേ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ നന്നായിട്ട് കഴുകി വരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വയ്ക്കുന്ന പാത്രത്തിൽ തന്നെ നിരത്തി വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതിന് ശേഷം അതിലേക്ക് മാഗിയുടെ ക്യൂബ്, സവാള, ക്യാപ്സിക്കം, തക്കാളി, പച്ചമുളക്, ഒപ്പം തന്നെ ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഉണക്ക നാരങ്ങയും അതുപോലെ മല്ലി രണ്ടായിട്ട് പിളർന്നതും, പിന്നെ അതുപോലെ ചെറിയ ജീരകമാണ്, വലിയ ജീരകമല്ല, ചെറിയ ജീരകം ചെറുതായിട്ട് പൊടിച്ചതും കൂടിയാണ്. ഒപ്പം തന്നെ കുരുമുളക് പൊടി, മന്തി മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പ് നോക്കിയിട്ട്, കാരണം മാഗിയുടെ ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. അത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ചേർത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഞാനത് ഹൈ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവിടെ അരി വേവാനുള്ള വെള്ളം ഇരട്ടി വെള്ളമാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ 1 കിലോ അരിക്കുള്ള ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരട്ടി വെള്ളം എടുത്ത് അതിലേക്ക് ഉപ്പും കുരുമുളകും പട്ടയും ഗ്രാമ്പും കൂടെ ചേർത്തിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ചിക്കൻ ഇവിടെ നമുക്കൊന്ന് നോക്കണം, ഇടയ്ക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കണേ. അപ്പോൾ ഇവിടെ നമ്മുടെ വെള്ളം ഏതായാലും തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി കഴുകി വെച്ചിരുന്ന അരി ഒരു 3/4 മണിക്കൂറിന് കുതിർത്ത് വെച്ചിരുന്നതാണ്, അത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ഉണക്ക നാരങ്ങയും അതുപോലെ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നമുക്കിതിന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 3/4 ഭാഗം കുക്കാകുമ്പോൾ നമുക്കിത് ഇതുപോലെ ഒരു സ്റ്റൈനറിലേക്ക് ഊറ്റി വയ്ക്കണം. ഇനിയിപ്പോൾ ഈസിയാണ്, ഇത് കഴിഞ്ഞ് നമുക്കിനി ദമ്മിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ദമ്മിടുന്നതിന് മുമ്പ് തന്നെ ഇതിൽ നിന്ന് കുറച്ച് മസാല കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തൂവി കൊടുക്കുന്നുണ്ട്. പിന്നെ സിമ്പിളാണ്, മന്തി മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ ഓപ്ഷണലാണ് ഫുഡ് കളർ, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ വീട്ടിലൊന്നും ചാർക്കോളൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഞാനിപ്പോഴും ചിരട്ടേരെ കരിയൊക്കെ എടുത്തിട്ട് ചൂടാക്കി അങ്ങനെയാണ് ചേർക്കുക. കാരണം ഈ ഒരു സ്മോക്കി ടെക്സ്ചർ ഉണ്ടെങ്കിൽ മാത്രമാണ് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റും ആ ഒരു മണവും നമുക്ക് കിട്ടാറ്. അപ്പോൾ അതിനുശേഷം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമായിരുന്നു. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന ടേസ്റ്റ് എന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഒരാളിൽ നിന്ന് എനിക്ക് കിട്ടിയ റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത്. ഞാൻ ഇതിന് മുമ്പ് പല രീതിയിലും മന്തി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയും ഇവിടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട രീതിയും ഈ ഒരു രീതിയിലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.